ഹായ് ഓൾ, ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് ഡിഫറൻസിയേഷന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു log x ടു ദ ബേസ് a then dy by dx, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ y ഈക്വൽ ടു log x ടു ദ ബേസ് e ആണെങ്കിൽ, ബേസ് e ആണെങ്കിൽ dy by dx എന്ന് പറയുന്നത് 1/x ആണ്. ഇത് നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതായത് y ഈക്വൽ ടു log x ടു ദ ബേസ് ഇ, നാച്ചുറൽ ലോഗരിതം എന്നാണ് നമുക്ക് ഇതിനെ പറയാ. ബേസ് ഇ ആയിട്ടുള്ള ലോഗരിതത്തിനെ നമ്മൾ നാച്ചുറൽ ലോഗരിതം എന്നാണ് പറയാം. അങ്ങനെ നാച്ചുറൽ ലോഗരിതം ആണെങ്കിൽ ഡെറിവേറ്റീവ് 1/x ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നാച്ചുറൽ ലോഗരിതം അല്ല, ബേസ് എ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഡെറിവേറ്റീവ് കാണും? സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് y ഈക്വൽ ടു log x to the base e divided by log a to the base e ഇങ്ങനെ എഴുതാം. y equal to log x to the base e divided by log a to the base e. ഇത് പറയുന്നത് log of x to the base e a ആയിരിക്കും. ഇത് പറയുന്നത് log of x to the base a എന്ന് എഴുതാൻ പറ്റും ഇതിനെ നമുക്ക്. ഓക്കെ, അതായത് this is equal to log x to the base a ആണ്. log x to the base a നമുക്ക് ഇങ്ങനെ എഴുതാം, log x to the base e divided by log a to the base e എന്ന് എഴുതാം. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് ടേം ആയിട്ട് മാറി. സോ ദിസ് ഈസ് dy by dx is equal to 1 by log a to the base e into d by dx of log x to the base e. log x to the base e 1 by x ആണ്. So 1 by log a to the base e into 1 by x. So ഓപ്ഷനിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഏതാണ്? 1 by a log a x to the base e. ഏതാണ് ആൻസർ? 1 by log a into 1 by x. 1 by log a into 1 by x. Okay. സോ അത് ഓപ്ഷനിൽ ഇല്ല, ഒരു ഓപ്ഷൻ ഇല്ല. സോ നമ്മുടെ ഓപ്ഷനിലുള്ള ഇതിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുമോ നോക്കണം. സോ 1 by x വരുന്ന രണ്ട് ടേംസ് ആണ്, ഒന്ന് ഇതും ഒന്ന് ഇതും. ഇതിൽ ഏതിനോടാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക നോക്കുക. സോ 1 by x into 1 by log a to the base e നമുക്ക് വേണമെങ്കിൽ 1 by log a to the base e equal to log e to the base a എന്ന് എഴുതാം. സോ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് log e to the base a into 1 by x എന്ന് എഴുതാം. സോ ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇത് തെറ്റാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കുറച്ച് ലോഗരിതത്തിന്റെ ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ലോഗരിതം വെച്ച് ചെയ്യാവുന്ന പ്രോബ്ലത്തിൽ നമുക്ക് വേണ്ടി വരുന്ന ഐഡന്റിറ്റീസ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത്. അതിൽ ഒരെണ്ണം log b to the power n e equal to n log b. log b to the power n to the base e equal to log n log b to the power e. e അല്ല a ആയാലും നമുക്ക് ഈ റിസൾട്ട് ഒക്കെ യൂസ് ചെയ്യാം. log b a to the power e equal to log a to the power b equal to log a to the power e divided by log b to the power e ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് log of a by b to the base e equal to log a to the base e minus log b to the base e. ഇതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട റിസൾട്ട്സ് ആണ്. പിന്നെ log of ab to the base e equal to log a to the base e into log b to the base e. ഓക്കെ, ഇതൊക്കെ നമുക്ക് log x ന് യൂസ് ചെയ്യാവുന്ന റിസൾട്ട്സ് ആണ്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ ലോഗരിതത്തിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് വൈ, അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് കാണാവുന്നത് ഡി എക്സ് ബൈ ഡി വൈ ആണ്. കാരണം സൈൻ വൈ സൈനിലാണ് കിടക്കുന്നത് അല്ലെ, എക്സ് ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കണം വരും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സിന്റെ ഒപ്പമുള്ള ടെർമിനെ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ബൈ
സൈൻ ഓഫ് എ പ്ലസ് വൈ എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ ബൈ സൈൻ ഓഫ് എ പ്ലസ് വൈ എഴുതാം. ഇനി നമ്മൾ ഡി എക്സ് ബൈ ഡി വൈ ആണ്. അപ്പൊ നമ്മളിവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. കോഷ്യന്റ് റൂൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്നുള്ള ഫോമിൽ. So that is sin of a plus y into cos y plus sin y യുടെ ഡെറിവേറ്റീവ് cos y minus sin y into cos of a plus y divided by sin square of a plus y. Okay, this sin a cos b minus cos a sin b form ആണ്. So this is equal to sin of a plus b. അപ്പൊ എക്ക് സ്ഥാനത്ത് ഇവിടെ a plus y ആണ്, ബിക്ക് സ്ഥാനത്ത് y ആണ്. So a plus y minus y divided by sin square of a plus y. So this is equal to sin a by sin square of a plus y. ഇതാണ് dx by dy. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള dy by dx ആണ്. സോ റെസിപ്രോക്കൽ എടുത്താൽ dy by dx is equal to sin square of a plus y by sin a. ഓപ്ഷൻ സി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് എക്സ് ആണ്. സോ നമ്മൾ എക്സ് is equal to ഫോമിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യുക. കോഷ്യന്റ് റൂൾ ഇവിടെ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സൈൻ ഓഫ് എ മൈനസ് ബി ഫോം ആണെന്ന് മനസ്സിലാക്കണം. സൈൻ ഓഫ് എ പ്ലസ് ബൈ, അതായത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ഇവിടെ കോസ് എ സൈൻ ബി എന്നുള്ള ഫോമിലാണ് എന്ന് മനസ്സിലാക്കണം. എക്ക് സ്ഥാനത്ത് ഇവിടെ എ പ്ലസ് വൈ, ബിക്ക് സ്ഥാനത്ത് വൈ. സോ ദിസ് ഇസ് എ പ്ലസ് വൈ മൈനസ് വൈ. സോ വൈ വൈ ക്യാൻസൽ ചെയ്ത് നമുക്ക് സൈൻ എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ ഓഫ് എ പ്ലസ് വൈ. So sin ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് sin square of a plus y by sin that is dy by dx. So ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. If y equal to a raised to x into b to the power 2x minus 1 then d square y by dx square, അതായത് രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് d square y by dx സ്ക്വയറിന്റെ അർത്ഥം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ y ഈക്വൽ ടു തന്നിരിക്കുന്നത് y ഈക്വൽ ടു a raised to x into b to the power 2x minus 1. അപ്പൊ രണ്ടെണ്ണത്തിലും x ഉണ്ട്. സോ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ dy by dx is equal to a raised to x into dy dx of b to the power 2x minus 1 plus b to the power 2x minus 1 into dy dx of a raised to x. So നമുക്ക് a raised to x into b to the power 2x minus 1 derivative b to the power 2x minus 1 into 2x minus 1 ന്റെ derivative dy dx of 2x minus 1 into log b to the base e plus b to the power 2x minus 1 into a raised to x into log a to the base e. d by dx of a raised to x എന്ന് പറഞ്ഞാൽ a raised to x into log a to the base e ആണ്. അപ്പോൾ d by dx of b raised to 2x minus 1 എന്ന് പറയുമ്പോൾ b raised to 2x minus 1 into ഈ 2x minus 1 ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, അത് 2 കിട്ടും. പിന്നെ into log b to the base e. So this is a raised to x into b to the power 2x minus 1 into 2 into log b to the base e plus b to the power 2x minus 1 into a raised to x into log a to the base e. ഓക്കെ, ഇതിൽ കോമൺ ആയിട്ടുള്ളത് a raised to x into b raised to 2x minus 1 ആണ്. അത് പുറത്തേക്ക് എടുക്കുക. a raised to x into b to the power 2x minus 1 into ബാക്കി 2 ഉണ്ട്, log b to the base e ഉണ്ട്, plus log a ഉണ്ട് to the base e. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. a raised to x into നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ n log b എന്ന് പറയുന്നത് b log of b to the power n ആണ്. സോ log of b square to the power e plus log a to the base e. log a plus log b log of ab എന്ന് എഴുതാം. So this is equal to a raised to x into b raised to 2x minus 1 into log of ab square. ഓക്കെ, അതായത് ബി സ്ക്വയർ പ്ലസ് ആണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ലോഗ് ഓഫ് എ ബി സ്ക്വയർ. സോ ഇതിനെ നമുക്ക് y എന്ന് വിളിക്കാം. ക്വസ്റ്റ്യനിൽ ഇത് y ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് y ഇൻറ്റു ലോഗ് ഓഫ് എ ബി സ്ക്വയർ, y ഇൻറ്റു ലോഗ് ഓഫ് എ ബി സ്ക്വയർ.
ഓക്കെ, ഇതാണ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിലോ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആകുമ്പോൾ ഈ സാധനം കോൺസ്റ്റന്റ് ആണ്. സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ലോഗ് ഓഫ് എ ബി സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഇൻറ്റു ലോഗ് ഓഫ് എ ബി സ്ക്വയർ ഹോൾ സ്ക്വയർ വരും. വൈ ഇൻറ്റു ലോഗ് ഓഫ് എ ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. y into log of ab square b square. So y into log of ab square into dy by dx നമ്മൾ already കണ്ടിട്ടതാണ്. So that is y into log of ab square. Okay. So that is y into log of ab square into log of ab square log of ab square whole square. So option E, y into log of ab square whole square. സോ ഈ ചോദ്യമൊക്കെ ശരിക്കും വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ വളരെ ഭീകരമായി തോന്നുമെങ്കിലും ജസ്റ്റ് ആ ബേസിക് ഡിഫറൻസിയേഷൻ അറിയുന്ന ആർക്കും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് പരീക്ഷയ്ക്ക്. പക്ഷെ ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ, the derivative of y equal to 1 minus, അപ്പോൾ y തന്നിട്ടുണ്ട്, y equal to 1 minus x into 2 minus x etc n minus x. അങ്ങനെയാണെങ്കിൽ 1ലുള്ള dy by dx കണ്ടുപിടിക്കണം. 1ലുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അതായത് ഡെറിവേറ്റീവിൽ എക്സിന് 1 കൊടുക്കണം. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. ദിസ് ഈസ് y equal to 1 minus x into 2 minus x etc n minus x. So നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. dy by dx കാണുമ്പോൾ dy by dx is equal to ആദ്യം 1 minus x, ഇത് മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. സോ ദാറ്റ് ഈസ് 1 minus x into dy dx of 2 minus x etc n minus x plus 2 minus x into etc n minus x into dy dx of 1 minus x. So this is 1 minus x into dy dx of 2 minus x, 3 minus x etc n minus x plus 2 minus x into etc n minus x into minus 1. dy dx of 1 minus x is minus 1. ഇനി x ന് 1 കൊടുക്കുക, put x equal to 1. x ന് 1 കൊടുക്കുമ്പോൾ this is 1 minus 1 0. അപ്പോൾ ഫസ്റ്റ് ടേം 0 ആയിട്ട് പോകും. സോ dy by dx is equal to 0 plus ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ 2 minus 1 into 3 minus 1 etc n minus 1. Okay, so that is 1 into 2 into up to n minus 1 into minus 1. So that is minus 1 into n minus 1 factorial. Minus 1 into n minus 1 factorial. So option B is the correct answer. ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ബേസിക് ഡിഫറൻസിയേഷന്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു e raised to 1 by 2 into log of 1 plus tan square x then dy by dx equal to. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിന്റെ അപ്ലിക്കേഷൻ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, y ഈക്വൽ ടു e raised to 1 by 2 log of 1 plus tan square x. So this is ഈ ഒരു ഫോമാണ്. log n log p equal to log of b raised to n എഴുതാം. So ഇവിടെ n ന് സ്ഥാനത്ത് 1 by 2 ആണ്, b ക്ക് സ്ഥാനത്ത് 1 plus tan square x ആണ്. So this is e raised to log of 1 plus tan square x all raised to 1 by 2. Log of 1 plus tan square x all raised to 1 by 2. That is root of 1 plus tan square x. So 1 plus tan square x all raised to 1 by 2 എന്ന് പറഞ്ഞാൽ root of 1 plus tan square x. That is root of sec square x. That is sec x. So this is e raised to log sec x. E raised to log sec x എന്ന് പറഞ്ഞാൽ sec x ആണ്. Okay, e raised to log of anything, e raised to log of anything is equal to that thing.
That is e raised to log of x is equal to x ആണ്. e raised to log of x square എന്ന് പറഞ്ഞാൽ that is x square ആണ്. അപ്പോൾ e raised to log of sec x എന്ന് പറഞ്ഞാൽ അത് sec x ആയിരിക്കും. So y equal to sec x എന്ന് കിട്ടും. So sec x ന്റെ ഡെറിവേറ്റീവ് എന്താ? dy by dx is equal to sec x tan x. sec x tan x ഓപ്ഷൻ സി. ഓക്കെ, ഇതും ബേസിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്ത് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും ലോഗരിതവുമാണ്. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസും ലോഗരിതവും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള വളരെ ചെറിയ ബേസിക് ഡിഫറൻസിയേഷന്റെ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി ഇത്രയും ബേസിക് ഡിഫറൻസിയേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് മാക്സിമ മിനിമ പ്രോബ്ലംസ് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ നെക്സ്റ്റ് ലെക്ചർ ആയിട്ട് ഇടാം. ഓക്കെ.